പന്തളത്ത് ശബരിമല സംരക്ഷണ യാത്രയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സാധ്വി സരസ്വതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വൻ പ്രതിഷേധം. കേരള പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സംഘപരിവാറുകാർ സോഷ്യൽ മീഡിയയിലെത്തിയിരിക്കുന്നത്. സ്വാമി അയ്യപ്പനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിലെ വിശ്വാസികളുടെ മാത്രം കടമയല്ലെന്നും ഓരോ ഹൈന്ദവന്റെയും കടമയാണെന്നാണ് പന്തളത്ത് സാധ്വി പറഞ്ഞത്. എന്നാൽ ബദിയടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന് പുല്ലുവില കൽപ്പിക്കുകയാണ് സാധ്വി സരസ്വതി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും കേരള പോലീസ് നിശബ്ദരായത് എന്തുകൊണ്ടെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ പ്രതികരണം കേൾക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള കേസ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുക അവർക്കെതിരെ ആ നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള ഒരു നടപടിയും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഒരു നടപടിയും തങ്ങൾക്ക് ഭയക്കേണ്ടതില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിൽ ഇവർ വീണ്ടും ഇങ്ങനെ രംഗത്ത് വരികയും സമാനമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതെന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും അതിന്റെ ചുമതലക്കാരും കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് സുപ്രീം കോടതി വിധിയെ ഓടുള്ള വിയോജിപ്പും ഒക്കെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോ അത് നാളിതുവരെ സാമാന്യം എന്താ പറയാ ജനാധിപത്യപരമായിട്ട് യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാവാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോ ആ സമരത്തിൽ അണിനിരക്കുന്ന ആളുകൾ കൂടി ചിന്തിക്കണം, ഇതുപോലെയുള്ള ആളുകളെയൊക്കെ സമരത്തിന്റെ ഭാഗമാക്കി ഇതിനെ സംഘപരിവാറിന്റെ ഒരു കൈകളിലേക്ക് വിട്ടുകൊടുക്കാമോ എന്നുള്ളത് സമരത്തിൽ പങ്കെടുക്കുന്ന ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളും ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ശബരിമലയെ ബന്ധപ്പെട്ട് നടക്കുന്ന സമരകോലാഹലങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടന അനുഭാവനം ചെയ്യുന്ന തുല്യനീതിക്കെതിരാണ്. കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കിയതാണത്. അത് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരകോലാഹലം മാത്രമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച ബദിയടുക്കയിൽ വെച്ച് നേരത്തെ പ്രസംഗം നടത്തി എന്ന് പറയുന്ന ഇസ്ലാമിയെ പോലുള്ള ആളുകളാണ്. ശരിയായി ഇവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കണം. അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കാസർഗോഡ് പോലീസാണ്. ഇതിപ്പോ മറ്റൊരു ജില്ലയിൽ വെച്ചാണ് അവര് ഇപ്പൊ വന്നു എന്നറിഞ്ഞത്. തീർച്ചയായും അതിനാവശ്യമായത് പോലീസ് ചെയ്യുമായിരിക്കും. ശ്രദ്ധയിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യതയില്ല. ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അവർ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള പോലീസിന്റെ ഈ നടപടി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരിലും അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.